വയസ്സാകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം മക്കളെ മുഷിപ്പിച്ചില്ല. തൻ്റെ മക്കളെ വിളിച്ചുകൂട്ടി ഓരോരുത്തർക്കും അവകാശപ്പെട്ട ഓഹരികൾ അദ്ദേഹം നൽകി. അയാൾ ഇനി എങ്ങനെ ജീവിക്കും എന്ന് ആളുകൾ ചോദിച്ചു. മറുപടി നൽകിയത് ജീവിച്ചു കാണിച്ചാണ്. 93 വയസ്സുവരെ ആയുസ്സും ഉണ്ടായിരുന്നു. ഇക്കാലത്തെ ഒരു ദിവസം പോലും അദ്ദേഹം രോഗിയായി കിടന്നിട്ടില്ലെന്നും ഒരു തലവേദനയുടെ മരുന്ന് പോലും കഴിക്കേണ്ടി വന്നിട്ടില്ലെന്നും മക്കൾ പറയുന്നത് കേട്ടു. ആ വന്യപിതാവ് ഭൂമിയിൽ നിന്നും വിട പറഞ്ഞത് വളരെ ശാന്തമായിട്ടായിരുന്നു എന്നും ആളുകൾ പറഞ്ഞു. ഉത്തരം കിട്ടാത്ത ചിലതുകൂടിയില്ലേ? കയ്യിൽ ഒരു പണവുമില്ലാതെ അദ്ദേഹം ഇത്രകാലം എങ്ങനെ ജീവിച്ചുവെന്ന്. ഉത്തരം വളരെ ലളിതമാണ്. മക്കൾ പറഞ്ഞു. കർത്താവിൻ്റെ പ്രാർത്ഥന ജീവിതമാക്കി. ഓരോ ദിവസവും ആ ദിവസത്തെ ആഹാരത്തിനു വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു, ജോലിയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവമഞ്ചത്തിനരികിൽ നിന്ന് ആരോ ഒരാൾ വായിച്ച ആശ്വാസവചനം അവർക്കാർക്കും ഒട്ടും അത്ഭുതം ഉണ്ടാക്കിയില്ല. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. മക്കൾ പ്രത്യാശയോടെ അപ്പനെ യാത്രയാക്കി. അയാൾക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ടായിരുന്നുവെന്ന് അയൽക്കാരും സാക്ഷ്യം പറഞ്ഞു. ചിലപ്പോഴെങ്കിലും വിശ്വാസം ബുദ്ധിക്ക് അപ്പുറമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ആരെങ്കിലും നമ്മുടെ കാലത്തിലും കാണാതിരിക്കില്ല. നമ്മെ ദിനവും പുലർത്തുവാൻ കഴിയുന്ന സ്വർഗസ്ഥ പിതാവിനെ കാണാൻ ഈ നോമ്പുകാലത്ത് ഇടയാവട്ടെ.